മാർക്കറ്റ് ഓപ്പണിന്റെ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് ആൻഡ് ആ ഒരു ബ്രേക്കർ ബ്ലോക്ക് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നും ഇനി എങ്ങനെ ബൈ എൻട്രീസും സെൽ എൻട്രീസും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് എക്സാക്ട്ലി ഫ്യൂ hours ലേറ്റർ മാർക്കറ്റ് ഓപ്പൺ ആയി. എക്സാക്ട്ലി മാനിപ്പുലേഷൻ ആ ഒരു ലോയിൽ ടാപ്പ് ചെയ്തിട്ടാണ് തിരിച്ചു മുകളിലോട്ട് പോയിരിക്കുന്നത്. സോ ഇത്രയും പ്രിസൈസ് ആയിട്ട് വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ആരും കേരളത്തിലില്ല. സോ വീഡിയോയിലേക്ക് കയറി ബാക്കി കാര്യങ്ങൾ കണ്ടിട്ട് വരും. ചിയേഴ്സ്. സോ ഹായ് ഫോക്സ്, നമുക്കപ്പം ഏഷ്യൻ സെഷനിൽ എങ്ങനെയാണ് ഒരു ട്രേഡ് ചെയ്യുന്നത് നോക്കാം. അതേപോലെ ഏഷ്യൻ സെഷനിലും അതേപോലെ പ്രീ മാർക്കറ്റിലും അതേപോലെ സൺഡേസിലും നിങ്ങൾക്ക് നോൺ വോളറ്റൈൽ ടൈംസിൽ നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം. അതേപോലെ നമുക്കൊരു ബ്യൂട്ടിഫുൾ മാർക്കറ്റ് മേക്കർ മോഡലും ഇവിടെ ഫോം ആയിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് നോക്കാം. സോ നമുക്ക് മാർക്കറ്റ് ഈ ഒരു ഹൈ എടുത്തിട്ടാണ് റിവേഴ്സ് ആയത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണും, എന്തുകൊണ്ട് ഈ ഹൈ എടുത്തില്ല അല്ലെങ്കിൽ ഈ ഹൈ എടുത്തില്ല, എന്തുകൊണ്ട് ഇവിടുന്ന് ഹൈ എടുത്തിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞില്ല, ഇവിടെയൊക്കെ നിങ്ങൾക്ക് റിജക്ഷൻസും കാര്യങ്ങളും കാണാം, എന്തുകൊണ്ട് ഇവിടുന്ന് തിരിഞ്ഞില്ല, ഈ ഒരു ഫോൾ എന്തുകൊണ്ടായിരുന്നു ഒരു റിയൽ ഫോൾ അല്ലാതെ ഈ ഒരു ഹൈസ് എന്തായിരുന്നു എടുക്കുക. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാരണം, നിങ്ങൾ മാർക്കറ്റ് മേക്കർ മോഡൽ നോക്കുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിയാറ്. നിങ്ങൾക്കൊരു കാര്യം കണ്ടാൽ കാണാം, ഈ ഒരു ഹൈയും ആക്ച്വലി ടേക്കൺ ആണ് ഇ എസിൽ. ഏതെങ്കിലും ഒരു മാർക്കറ്റ് എടുത്തിരുന്നാൽ മതി. ഇ എസിൽ ആ ഒരു മാർക്കറ്റ് ആ ഒരു ഹൈ ടേക്കൺ ആണ്. നമുക്കൊരു പ്രോപ്പർ SMT എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിൻ്റെ ബേസിസിൽ മാത്രം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. നമുക്ക് അതിനുശേഷം എൻട്രിക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണം. അപ്പോൾ ഞാൻ നിങ്ങളെ മാർക്കറ്റ് മേക്കർ മോഡൽ പഠിപ്പിച്ചപ്പം അതിൻ്റെ സ്കിമാറ്റിക്സ് നിങ്ങളൊന്ന് കൊണ്ടുവരുവാണെങ്കിൽ ഇറ്റ് ഗോസ് ലൈക്ക്, നമുക്ക് ആദ്യം അക്യുമുലേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് മാനിപ്പുലേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്കായിരിക്കും, ഒരു ടൈം ബേസ്ഡ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്കായിരിക്കും. അവിടെ നമുക്കൊരു ബ്രേക്കർ ഫോം ആവും. ആൻഡ് ഇറ്റ്സ് ഒരു ലോജിക്കാണ്. നമുക്ക് ബ്രേക്കർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സ്പോണൻഷ്യൽ എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വേണം, അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലും അങ്ങനത്തെ ഒരു ഗ്യാപ്പ് വേണം. ഓക്കെ, സോ ചില സമയത്ത് നമുക്ക് ഈ ഒരു ബ്രേക്കറിൻ്റെ ഇങ്ങനത്തെ ഒരു പ്രൈസിലേക്ക് ഫോം ആവാറില്ല. ഇങ്ങനത്തെ പ്രൈസിലേക്കല്ല, നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രൈസിലേക്ക് ഫോം ആവാറില്ല. അതിന് പകരം നമുക്കത് കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനത്തെ ഒരു പ്രൈസിലേക്കായിരിക്കും ഫോം ആവാറ്. ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് ഇൻവേർഷൻ ഗ്യാപ്സ് ആണ് ഫോം ആവാറ്. സോ അതിലോട്ടൊക്കെ നമുക്ക് വരാം. എല്ലാ മാർക്കറ്റും ബ്രേക്കറിൻ്റെ ഫോർമേഷനിൽ തന്നെയാണ് റിവേഴ്സ് ആവുന്നത്. ബിക്കോസ് ആ ഒരു ഓർഡർ ബ്ലോക്ക്, ആ ഒരു സപ്പോർട്ടിങ് ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ആവുന്നതോടെയാണ് അത് ബ്രേക്കർ ആവുന്നത്. അപ്പോൾ ഈവൻ ഒരു റെഡ് ക്യാൻഡിൽ ആയിരുന്നെങ്കിൽ പോലും അത് ബൈനെ സപ്പോർട്ട് ചെയ്യാൻ ഫെയിൽ ആകുമ്പോഴത്തേക്ക് അതൊരു അതൊരു ബ്രേക്കറായി മാറുകയാണ്. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്കെയിൽസിലേക്ക് സൂം ഇൻ ചെയ്ത് നോക്കുവാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെയിം സ്കിമാറ്റിക് ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഇനിഷ്യൽ കൺസോൾട്ടേഷൻ ഫേസ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എന്തുകൊണ്ട് കൺസോൾട്ടേഷൻ്റെ ഹൈ എടുത്ത് മാർക്കറ്റ് നിന്നില്ലാണെന്ന്. അത് നമുക്ക് റിലേറ്റീവ് ആൻഡ് ലോജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇവിടെ മാർക്കറ്റ് ഫ്രൈഡേ TGF ആയിരുന്നിട്ട് പോലും ഭയങ്കര ബെയറിഷ് ആയിരുന്നു. സോ ആ ഒരു ബെയറിഷ്നെസ്സിൽ ഈ ക്യാപിറ്റലൈസ് ചെയ്ത എല്ലാവരെയും നമുക്ക് ടേക്ക് ഔട്ട് ചെയ്യണം ബിഫോർ അവർ എണീക്കുന്നതിന് മുമ്പ്. സോ ഒരു ബെയറിഷ്നെസ് ക്യാപിറ്റലൈസ് ചെയ്ത എല്ലാവരെയും ടേക്ക് ഔട്ട് ചെയ്യാനായിട്ട് മാർക്കറ്റ് തുറന്നു ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് ഓടിപ്പോയി. നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് സെൻറ്റിമെൻ്റ് ആണെന്ന് നമുക്ക് നമ്മുടെ സിഡ്നി മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നവർക്കും, അതേ കണക്ക് ടോക്കിയോ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നവർക്കും, ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നവർക്കും, ഈവൻ ലണ്ടൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നവർക്ക് പോലും ഒരു ബുള്ളിഷ് സിഗ്നൽ കാണിച്ചുകൊണ്ട് മാർക്കറ്റ് പിന്നീട് അവരെയും ടേക്ക് ഔട്ട് ചെയ്തു. പിന്നീട് വളരെ ഒരു ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണോടുകൂടി മാർക്കറ്റ് മേളിലോട്ട് ഇഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ റീസെൻ്റ്ലി ടെലഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടായിരുന്നു, മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ അത് ഭയങ്കര സ്പീഡിൽ മേളിപ്പോവും, മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ അത് ഭയങ്കര സ്പീഡിൽ താഴെ വരും. സോ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ കാണാം. നമുക്ക് ടെക്നിക്കൽസിലേക്ക് ഇറങ്ങാം. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ഹൈ എടുത്തില്ല എന്നുള്ളതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലായി. നമുക്ക് അവിടെ ഒരു പ്രോബബിൾ ഇന്റർ മാർക്കറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഡോളറും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ബെയറിഷ് സ്റ്റാൻസ് സപ്പോർട്ട് ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഡോളർ ബുള്ളിഷ് ആയിരുന്നു. സോ കമ്മിങ് ടു നമ്മുടെ ചാർട്ടിലേത് ഞാൻ ഈ ഒരു സ്കിമാറ്റിക് ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. സോ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഇതായിട്ടുള്ളത് നമുക്ക് ഇതാണ് നമ്മുടെ ആ ഒരു റെഡ് ക്യാൻഡിൽ. നമുക്ക് ലിക്വിഡിറ്റി എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള റെഡ് ക്യാൻഡിൽസ് ഇതൊക്കെയാണ് റെഡ് ക്യാൻഡിൽസ്, അല്ലെങ്കിൽ ഇതാണ് റെഡ് ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് ഇതൊരു അത്യാവശ്യം വലിയൊരു റെഡ് ക്യാൻഡിലായിട്ടുണ്ട്. ആ റെഡ് ക്യാൻഡിൽ എടുക്കാം. ആക്ച്വലി ഇത് അത്യാവശ്യം വലിയ ചാർട്ട് തന്നെയാണ്. ഞാനത് സ്ക്വീസ് ചെയ്ത് വെച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ അത്യാവശ്യം നല്ലൊരു 25 to 50 പോയിന്റ് ട്രേഡ്സ് എല്ലാവരും എടുക്കാറില്ല. ന്യൂയോർക്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഒരു 25 പോയിന്റ്സ് വരാറുണ്ട്. അപ്പം സോ ടെക്നിക്കൽസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതാണ് ആ ഒരു റെഡ് ക്യാൻഡിൽ. ഈ ഒരു റെഡ് ക്യാൻഡിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് വിടേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് വിട്ടില്ല. സോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് തിയറി പ്രകാരം നിങ്ങളുടെ ഫസ്റ്റ്
ബ്രേക്കർ എന്ന് പറയുന്ന സാധനം. പക്ഷേ ഈ ഒരു ബ്രേക്കർ നമുക്ക് നമ്മുടെ ഹൈ പ്രോബിലിറ്റി ബ്രേക്കറായിട്ട് കൺസിഡർ ചെയ്യാനോ ഇത് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് പറ്റില്ല. ആക്ച്വലി ട്രേഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ആവുകയാണ്, പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒന്നും ഒരു കൺഫർമേഷൻ ഇല്ല. പക്ഷേ നിങ്ങളുടെ ഫസ്റ്റ് കൺഫർമേഷൻ വരുന്നതിൻ്റെ ഇത് പറയാം. നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ലെഫ്റ്റിലെ ഗ്യാപ്പ് ഇവിടാണ്. ആൻഡ് ആ ഗ്യാപ്പിനെ ഇൻവേർട്ട് ചെയ്തത് ഈ ക്യാൻഡിലാണ്. ഓക്കെ, അവിടം തൊട്ട് നിങ്ങൾക്കൊരു പ്രോബബിൾ എൻട്രി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. എന്ന് പറയുമ്പം നമുക്ക് ഈ ക്യാൻഡിൽ ഇതിനെ ഇൻവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് തിരിച്ച് റിട്രേസ് ആയപ്പോൾ നമുക്കൊരു സെല്ല് നോക്കാമായിരുന്നു. പക്ഷേ നമുക്ക് അതവിടെ നടന്നിട്ടില്ല. നമുക്ക് ഈ ഒരു 756 ഈ ഒരു ക്യാൻഡിലാണ് ഇതിനെ ആക്ച്വലി ഇൻവേർട്ട് ചെയ്തത്. സോ അതിനുശേഷം നമുക്ക് ഈ ഒരു മാർക്കറ്റ് തിരിച്ച് ഈ ഇതിലേക്ക് ടാപ്പ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഫ്ലോ ഓഫ് ആയി. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ലോജിക്കൽ ബ്രേക്കർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാപ്പും വെച്ചിട്ടുള്ള ബ്രേക്കറിൻ്റെ പ്രകാരം നിങ്ങളുടെ ഫസ്റ്റ് മാർക്കറ്റ് മേക്കർ മോഡലിൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള എൻട്രി സ്റ്റാർട്ട് ആവുന്നതിൻ്റെ ആ ഒരു ഇതാണ്. പക്ഷേ നമുക്ക് ഇവിടെ റിട്രേസ്മെൻറ്റോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. അതിനുശേഷം മാർക്കറ്റ് വളരെ ദൂരെ ഓടിപ്പോയി. നമുക്ക് പിന്നീടുള്ളൊരു റിട്രേസ്മെൻറ്റ് ഇവിടാണ്. അവിടെയും നിങ്ങൾക്കൊരു കൺഫർമേഷനോ എൻട്രിയോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാര്യമില്ല, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ലോയിൽ വന്നു. ഇതൊരു കൺസോൾട്ടേഷൻ്റെ ലോയുമായിരുന്നു. ആ ഒരു ലോയിൽ വന്നു. ആ ഒരു ലോ ഒന്ന് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ലോയിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഫോമായി. അതിലേക്ക് മാർക്കറ്റ് റീട്രേസ് ആയി. നിങ്ങൾക്ക് അവിടെ നിന്ന് എൻട്രി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിൻ്റെ ഫോർമേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്നൊക്കെ ട്രേഡ് എടുക്കുകയാണെന്നുള്ള പ്രോബ്ലം തന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലേക്കായിട്ടായിരിക്കും വെക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്കായിട്ടായിരിക്കും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അപ്പം അത് കുറച്ച് അൺനെസസറി സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ അതിന് പകരം കുറച്ച് ഒന്ന് റീട്രേസ് ആവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മൾ ഇത്രയും പ്രൈസ് ഓടി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ബിഹേവിയറൽ ബേസ്ഡ് ആൾക്കാർ ഒരു ബെയറിഷ് സ്റ്റാൻസിൽ ഓൾറെഡി ബിൽഡായി കഴിഞ്ഞു. സോ ഒരു ബെയറിഷ് സ്റ്റാൻസ് ഓൾറെഡി ബിൽഡായി കഴിഞ്ഞ സ്ഥിതിക്ക് ആൾക്കാർ ഇനിയും സെല് ചെയ്യാൻ നോക്കും. നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിലെ കണ്ടാൽ കാണാം, ഇതൊക്കെ പ്യുവർ ബിഹേവിയറൽ ഗെയിമാണ്. മാർക്കറ്റ് ഓപ്പണായി താഴോട്ട് നല്ല രീതിക്ക് ഓടി താഴെ വന്നു. അതിനുശേഷം അത് തിരിച്ച് മുകളിൽ പോയി. അതിനുശേഷമുള്ള ക്യാൻഡിൽസ്, അപ്പോൾ ആൾക്കാരത് ഇവിടെ വരെ സെല്ല് ചെയ്തിട്ടുണ്ട്, എക്സ്പെക്റ്റിംഗ് ഇങ്ങനത്തെ ക്യാൻഡിൽസ് താഴോട്ട് വരുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വർക്കൗട്ട് ആവില്ല. ആൻഡ് എനിക്ക് തോന്നുന്നു പ്രോബബ്ലി ഇവിടെ SMTs ഒക്കെ കാണും നമുക്ക് ബുള്ളിഷ് ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ SMT എല്ലാം മാർക്കറ്റ് അടിച്ച് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ എൻട്രീസ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിനുള്ള PDRAസും കാര്യങ്ങളൊക്കെ ഞാൻ നിരത്തിയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് റിവ്യൂ ചെയ്യാം, സ്റ്റഡി ചെയ്യാം. ആൻഡ് ഓൾസോ ഗൈസ്, ബിഫോർ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്കർ മാർക്ക് ചെയ്യുക. ആൻഡ് ആ ഒരു ബ്രേക്കറിനെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ട്രേഡിങ് കരിയറിലേക്ക് ഇങ്ങനെ റീയൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. സോ ഇതൊരു പ്രോപ്പർ മാർക്കറ്റ് മേക്കർ എന്താ പറയുക ബൈ മോഡലായിരുന്നു. ആൻഡ് മാർക്കറ്റ് വന്ന് അവസാനിച്ചത് ഈ ഒരു സെറ്റ് ഓഫ് ഗ്യാപ്സിലാണ്. അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു സെറ്റ് ഓഫ് ഗ്യാപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക് അവേ ഗ്യാപ്പ് ആയിരുന്നു ആ ഗ്യാപ്സ്. സോ ആ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്സിൽ ആ ഒരു സെറ്റ് ഓഫ് ഗ്യാപ്സിൽ ബ്രേക്ക് അവേ ഗ്യാപ്സ് ഭാവിയിലെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ആൻഡ് ഈ ഒരു സാധനം ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ പിന്നീട് ആ ഒരു എക്സ്പ്ലോസീവ് മൂവ് നമുക്ക് ഏഷ്യനിൽ കിട്ടിയിട്ടില്ല. അതിനുശേഷം നമുക്ക് ഈ ഒരു എന്താ പറയുക എൻട്രി നിങ്ങൾ നോക്കുവാണെങ്കിലും നമുക്ക് പിന്നുള്ളൊരു ക്രൈറ്റീരിയ നമ്മുടെ മാക്രോ ആണ്. ആ ഒരു മാക്രോയുടെ ക്രൈറ്റീരിയസ് നോക്കുവാണെങ്കിലും നിങ്ങൾക്ക് എക്സാക്ട്ലി 45-ന് മാക്രോ സ്റ്റാർട്ടായി. നിങ്ങൾക്ക് ആ ഡെലിവറി മാക്രോയിൽ തന്നെയാണ് സ്റ്റാർട്ടായിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു ഡെലിവറി അവസാനിച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. മാക്രോ അവസാനിച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. സോ നിങ്ങൾക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ മാക്രോ ഡെലിവറി. ആൻഡ് മാക്രോ ഡേഴ്സ് ലൈക്ക് നിങ്ങൾക്ക് മാക്രോയിൽ ട്രേഡ്സ് എൻ്റർ ചെയ്ത് മാക്രോയുടെ പുറത്ത് വരെ ഹോൾഡ് ചെയ്ത് നിൽക്കാം, അതൊരു കുഴപ്പമില്ല. ഓക്കെ, സോ ഞാനൊരു ചെറിയ ഹിൻറ്റും കൂടെ തരാം. ഈ വീക്ക് ഓപ്പൺ ചെയ്തു, മേളിലോട്ട് പോയി, താഴോട്ട് വന്നു, കണ്ടിന്യൂ ചെയ്തില്ല, പിന്നെ മേളിലോട്ട് പോയി. തിങ്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് ഈ ഒരു ബ്രേക്കറും റീയൂസ് ചെയ്യുക. നിങ്ങൾക്കൊരു ഹയർ ടൈം ഫ്രെയിം PDRA ലൈക്ക് ഈ റീയൂസിങ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ലൈക്ക് ഇത് ഒരു പിടിയുമില്ലാതെ വന്നിരിക്കുന്നവർ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബിഗിനേഴ്സ് ക്ലാസ്സസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഗ്യാപ്പുകൾ എടുക്കാം. ആൻഡ് ആ ഗ്യാപ്പുകൾ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീക്കോ ഈ ഒരു മന്തോ അല്ലെങ്കിൽ ഈ ഒരു മന്തിൻ്റെ ക്ലോസ് ഒക്കെ ഗസ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഗൈസ്, ഇനിയും വീഡിയോസും കാര്യങ്ങളും റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റി കാണണമെങ്കിലോ കേൾക്കണമെങ്കിലോ പറഞ്ഞാൽ മതി. നമുക്ക് ഫ്യൂച്ചർ വീഡിയോസിൽ കാണാം. അണ്ടിൽ ദെൻ ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.